ഹലോ. ആ നീ ഉറങ്ങിയാ? അനു, ഞാൻ ഉറങ്ങാൻ കിടന്ന്. എന്നേനു? ഒന്നുമില്ല. നീ നേരത്തെ എന്ത് പണിയാ കാണിച്ചേ? ഞാൻ എന്നാ കാണിച്ചേ? ഉം? അല്ല, നീ ഭക്ഷണം കഴിച്ചിട്ട് കൈ നല്ലോണം സൂപ്പിട്ട് വീഴാണ്ട് എൻ്റെ അടുത്ത് വന്നല്ലേ? അല്ല, ഞാൻ നല്ലോണം കൈ കഴിഞ്ഞല്ലോ. അനുവിന്റെ ലോഷനെ കൊണ്ടല്ലേ ഞാൻ കൈയിന്. അതിന്റെ ലക്ഷണം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നു. എന്ത്? പുകഞ്ഞിട്ടടാ, നിൽക്കാനും ഇരിക്കാനും കഴിയാതെ പോലെയുള്ളു. പുകഞ്ഞിറ്റാ? ആ. ഓ. ഞാൻ വിചാരിച്ചു എന്നാന്ന്. അല്ല, നീ കയ്യെല്ലാം കഴിയുന്ന് പറഞ്ഞിട്ടില്ല ഞാൻ സമ്മതിച്ചിന്. അത് നല്ലോണം പോകുന്നുണ്ട്. എനിക്ക് ചിരി, ഞാനായിപ്പോയിടുന്ന് പടാപ്പാട് വിടുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെയൊന്നും വേണ്ടാന്ന്. അനുവല്ലേ ഞാൻ നിർബന്ധിച്ചിട്ട്. പക്ഷെ ഞാൻ നല്ലോണം സോപ്പിട്ട് കൈയിനു. എന്നിട്ട് ഞാനിത് പുകച്ച് സെറ്റായിട്ട് ഐസ് എടുത്ത് വെച്ച് 2 പ്രാവശ്യം കുളിച്ച് അന്നേരമാണ് കുറച്ചതാ ആശ്വാസം കിട്ടി കേട്ടാ. അല്ല, അനുവിന്റെ കറിക്കേതാ എരു? കറിക്ക് ഇരുകൊണ്ട് ചെല്ലിട്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നല്ലോണം കൈ കഴുകണമെന്ന്. കൈ കഴുകിയ പക്ഷേങ്കില് അനുവിന്റെ കറീന്റെ എരു സഹിക്കാൻ പറ്റുന്നില്ല കേട്ടാ. അതുകൊണ്ടായിരിക്കും. സഹിക്കാനിപ്പ അനക്കാൻ പറ്റാത്തത്. എന്നിട്ട് അനു ഉറങ്ങിയില്ല. ഉറങ്ങാൻ പറ്റണ്ടേ? എന്നിട്ട് ഐസ് വെച്ചിട്ട് ശരിയാവുക? ഐസ് വെച്ചിട്ട് കുറച്ചിപ്പോ എന്തോ ഒരു ചെറിയ മാറ്റമുണ്ട്. അല്ല, ആടിൽ ഐസ് വെക്കാൻ പറ്റുമോ? വെച്ച് കൊറേ വെള്ളത്തിലിരുന്നു. വെള്ളത്തിലിരുന്ന്? ഐസും വെള്ളത്തിലാ? ഐസും വെള്ളവും വെള്ളവും എല്ലാം ഉണ്ട്. എന്നാ ചൂടുവെള്ളത്തിലിരുന്ന് നോക്കണോ? എന്തിന്? കുറച്ച് കൂടി പുകയിട്ടാണ്. ചുടുവെള്ളത്തിലാവുമ്പോ പുകയുമല്ലേ. പിന്നെ ചിലപ്പോ അനുവിന്റെ പൂവെല്ലാം പാടിപ്പോവും. പാടുമല്ല, കഴിഞ്ഞു. അത് ശരി. അല്ല, അപ്പൊ ഇനി ഞാൻ അന്നേരം പറഞ്ഞിട്ടില്ലേ വേണ്ട വേണ്ട വേണ്ട? അന്നേരം അനുവിന് അങ്ങനെ ഒരു ഇതും കണ്ടിട്ടില്ലല്ലോ. അന്നേരമൊന്നുമില്ലേനു, പിന്നെയല്ലേ തുടങ്ങിയത്. അന്നേരം അനു പറഞ്ഞ് വരട്ട് എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ട് വേഗം എന്നിട്ട് എല്ലാം ഓരോന്നും ചെയ്യിച്ചു. ഇനിയെങ്കിലും ഇങ്ങനത്തെ പണിയൊന്നും എടുക്കരുത് കേട്ടാ. ഞാൻ എടുത്തില്ലല്ലോ. അനു പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചല്ലേ. അനു കാറിന്റെ ഗിയർ മാറ്റും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാക്കി, ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റാതെ ഞാനെന്നാ ചെയ്യണ്ടേ? അനു പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. ശരി, ഇനിയിപ്പം പാർട്ടി കാര്യമില്ലല്ലോ. എന്നിട്ട് രണ്ടോട്ടം കുളിച്ചിട്ട് ഇങ്ങനെ ചുമക്കുന്നു. പിന്നെ ഈ പാതിരാത്രിക്ക് ആള് പിന്നെ എന്നാ ചെയ്യേണ്ടത്? തണുപ്പും പിടിച്ചാന്നിട്ട്? തണുപ്പൊന്നുമില്ല, അത് കുളിച്ചേണ്ടതാണ്. പിന്നെ ഡോക്ടറെ അടുത്ത് പോവാനാ? അതെ, ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്നാ പറയാൻ പറ്റുമോ? അല്ല, അപ്പൊ ഇനി വേറെ അതിന് കുറഞ്ഞാ? വേറെ ഒന്നുമില്ല പുരട്ടാനൊന്നും? പുരട്ടാനൊന്നും ആളെ എങ്ങനെ പുരട്ടുക? എനക്കറിയില്ല, അല്ല അനുവിനല്ലേ അറിയാ. പുരട്ടിട്ടൊന്നുമില്ല. ഇപ്പൊ കൊറേ സഹിച്ചു പിടിച്ച്. അനീഷേ, ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യല്ലേ? അതില്ല, ഇനിയില്ല, ഇനി അങ്ങനെ ചെയ്യൂല. അല്ല, പക്ഷേ ഞാൻ അടുപ്പിക്കൂല പിന്നെ. ഞാനല്ലല്ലോ, എന്നിട്ട് അന്നെ പറയുന്നു. നിർബന്ധിച്ചിട്ട് ചെയ്യിച്ചിട്ടല്ലേ. അതല്ല ശരിയല്ലേ. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ എന്ന് മൊത്തത്തിൽ പ്രശ്നമേ ഉള്ളൂ. അതെന്താ ഇന്നും അങ്ങനെ? മറ്റങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, എന്റെ മുഖം വരെ പൊങ്ങി നനക്ക്. മുഖം പൊങ്ങിയിട്ടുണ്ടോ?
ഇനി സോപ്പ് പിടിച്ചൊന്നും കഴുകിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് സോപ്പിട്ടിട്ടില്ലേ? ഇങ്ങനെ പോക്കിയോ? സോപ്പിട്ടിട്ട് നല്ലോണം കൈ. എന്നാ അനുവിന്റെ ആ ലോഷന് തീരെ ഇതുണ്ടാവില്ല, പവർ ഇല്ലാന്ന് തോന്നുന്നു. നല്ലോണം പതഞ്ഞല്ലോ, എന്നിട്ടും എരിവുണ്ടേനു. അത്രയല്ലേ എരിവ് വേണ്ടു നമുക്കല്ലോ. നമ്മളെ ശരീരത്തിലല്ല അത്രയല്ലേ എരിവ് വേണ്ടൂന്ന്. പുകയെ അതുകൊണ്ടല്ലേ നേരിയ ആയിരിക്കൂലല്ലേ. നമ്മളെ വായിനാക്കാണി നേരിയ ഭാഗങ്ങളായോണ്ടായിരിക്കും. കണ്ണിലൊന്നും ആകാതെ ബാക്കി കണ്ണിലില്ല എങ്ങനെയാണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ഒന്നൊന്നും പറ്റൂലല്ലോ ഒന്നിനും. ഇനി നാളെ പറ്റൂല. നാളെ വരണ്ട, നാളെ വരണോ? നാളെ വന്നിട്ട് ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവാ? ഞാനല്ല, എന്നോട് പറഞ്ഞ പോലെ ഇല്ല ഞാൻ ചെയ്യും. അതല്ലേ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ, മറ്റാള് പഠിപ്പിച്ചു തന്നെ അതും കൂടി പഠിപ്പിച്ച അനു പറഞ്ഞു അത് പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്താ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ നാളെ അല്ലെ പോച്ചൽ ആദ്യം മാറട്ടെ, എന്നിട്ട് ഞാൻ അനീഷിനെ വിളിക്കാം. എന്നിട്ട് ശരിയായിട്ടില്ല ശരിക്കല്ലേ. എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ എന്നിട്ട് നേരത്തെ അനു അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഇങ്ങ് വന്നേരാന്നാ പോഞ്ഞേ. എല്ലാം കഴിഞ്ഞ അതിശേഷയില് പോക്കിന്ന് നല്ല ആവേശത്തില് നിന്ന്. അതന്നെയാ ഞാൻ പറഞ്ഞു. ഞാൻ അനുവിന്റെ ആവേശം കണ്ടിട്ടല്ലേ ഞാനും പിന്നെ അതിൽ നിന്നൊന്നും ബാക്കോട്ട് വരാണ്ട് അങ്ങനെ ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു. ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 1-2 മണിക്കൂറായില്ല. എന്നിട്ട് ഇപ്പ പറയുന്നു ഞാൻ ഇത്ര സമയം ഓരോന്ന് ചെയ്യുന്നു ഇനി പ്രതിവിധി. എന്നിട്ട് ഒരാഴ്ചല്ലേ നിന്നെ വിളിച്ചിട്ടൊന്ന് പറയട്ടെ നീ ചേച്ചി. എന്നാ ഇത് മതിയായിരിക്കും അനുവിനെ. നീ മതിയായിട്ടൊന്നുമില്ല. ഞാനെല്ലാം കപ്പാട് മതി, ഇനി നിർത്തിക്കളയാന്നെല്ലാം വിചാരിക്കും. അതെന്താ? അതങ്ങനെയാ. എത്ര എന്തെന്നായാലും നിർത്തുന്ന പരിപാടിയൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. വണ്ടി മുമ്പോട്ട് തന്നെ പോട്ടുന്നാ. അത് മുമ്പോട്ട് തന്നെ പോവും. എന്നാ നാളെ ഞാൻ വൈകുന്നേരം വരാം. എന്റെ ദൈവമേ, ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. എന്താട്ടാ ഭക്ഷണം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നോളൂന്ന്. അമ്മയാങ്കില് എരിവില്ലാതെ നല്ല കറിയാ വെക്കില്ല. അനുവിന്റെ കറി കൂട്ടിയത് എന്റെ തലേന്നെല്ലാം പോഞ്ഞിന്. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെല്ലാം ഇട്ടിന്, കുരുമുളകും പച്ചമുളകും എല്ലാം കൂടി ഒപ്പരം കുത്തി കലക്കിയിട്ട് ഒഴിക്കുവായിരുന്നു. അങ്ങനെ എരിവധികം കൂട്ടിയ കുടലിന് മോശമല്ലേ? കുരുമുളകൊന്നും മോശമില്ല, പച്ചമുളകൊന്നും. കുരുമുളകും പച്ചമുളകും കൂട്ടിയ ആരോഗ്യത്തിന് നല്ലതാ. പിന്നെ അതല്ലേ ഞാൻ അങ്ങനെ കൂട്ടി. പക്ഷേ ഇത് ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അമ്മ ചോദിച്ചിനാ എന്തെന്ന്? നല്ല ലേറ്റ് ആയിന്. ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ എന്താ പറയേണ്ട ഇതിൽ വന്നിട്ട് നിന്നിട്ടില്ല. ഞാൻ നേരെ പോയി കുളിച്ചപ്പാട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ കയറി ഫോൺ നോക്കി. അതന്നെയാന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇനി എപ്പെങ്കിലും ദേഷ്യം പിടിക്കുമ്പോ ഇതെല്ലാം വിളിച്ച് പറയാ, നേരം വീട്ടിൽ വന്നതിന്റെ എല്ലാം. അതന്നെയല്ലേ നേരം ഞാൻ ആലോചിക്കുന്നു, എന്നാ പറയാന്നുള്ള. എന്തെങ്കിലും പറയാ. ഇങ്ങനെ എന്തെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും.
ആ നമ്മക്ക് നെയ്യം വന്നാല് ഒരു രക്ഷയും ഉണ്ടാവില്ല കേട്ടാ. അതെയോ? ആ ആ അപ്പൊ നീ വന്നാ മതി, ഞാൻ കല്യാണം കഴിക്കുന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന ആ അമ്മക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞേ. ആരെ കല്യാണം കഴിക്കുന്നു? എന്നാ അതിനിതൊന്നും ഞാൻ പറയില്ലല്ലോ. ഉം. അനുവിന് കല്യാണത്തിന്റെ വിചാരം എന്നും പോയിട്ടില്ല. അതിഞ്ഞോ ആ ഒന്നും പറ്റൂല കേട്ടോ. പറ്റത്തെ വേണ്ട. നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാനും. എന്നാ നീ അകത്തന്നെ പോയാ മതി. ആ ഞാനും അങ്ങനെ പോയി ഗൾഫെല്ലാം പോയി വന്നിട്ട്. എന്റെ ഗൾഫിനെയും വിടാനായിട്ടില്ല അല്ല എന്നാല്. ഗൾഫിൽ ഇപ്പം പോവാണ്ടിരിക്കാൻ പറ്റുമോ? ആ എന്നാ പിന്നെ വെക്കട്ടെ, നീ ഉറങ്ങിക്കോ. വെക്കണോ? ആ ആ എന്നാ ഐസിന്റെ വെച്ചോട്ടാ. ആ ശരി. ശരി.